ജയന്തനെ സിപിഐഎമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആരോപണ വിധേയനായ ബിനീഷിനെയും സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ. ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വടക്കാഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ചേർന്ന് പ്രാഥമിക അന്വേഷണം നടത്തി ജയന്തനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ വിനീഷ് എന്ന് പറയുന്ന ഒരു പാർട്ടി അംഗവും ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വിനീഷിനെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്താനും അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എന്തായിരുന്നു സെക്രട്ടറിയുടെ തീരുമാനം? അരുൺ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയിൽ കൈക്കൊണ്ട തീരുമാനം ശുപാർശ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ. കേസ് പരാതിയുമായി രംഗത്തെത്തിയ യുവതിയുടെ ആരോപണങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിൽ യാതൊന്നും കണ്ടെത്താൻ ആയിട്ടില്ലെങ്കിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ജയന്തനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ കൗൺസിലറായ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറായ ജയന്തനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ജയന്തനെ സിപിഐഎമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ജയന്തനൊപ്പം ഈ കേസിൽ ആരോപണ വിധേയനായ മറ്റൊരാൾ ബിനീഷ് എന്ന പാർട്ടി അംഗത്തെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സമഗ്ര അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നും കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പാർട്ടി കണക്കിലെടുക്കും. നിലവിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് സിപിഐഎമ്മിനെതിരായ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തരത്തിൽ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നും ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതോടൊപ്പം ആരോപണം ഉന്നയിക്കുന്ന വീട്ടമ്മ അവർ സ്വന്തം കുട്ടികളെ പോലും നോക്കാത്ത ആളാണ്. അവർക്ക് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാൻ ഭീഷണി മുഴക്കിയതടക്കമുള്ള കേസുകളും അവർക്ക് എതിരെയുണ്ട്. ഇത്തരത്തിലൊരാളാണ് പാർട്ടി അംഗത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതായും ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതോടൊപ്പം കുറ്റവാളികൾ ആയിട്ടുള്ള ആരെയും പാർട്ടി സംരക്ഷിക്കില്ല. അതോടൊപ്പം നിരപരാധികളായ ആളെ ശിക്ഷിക്കുന്ന നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് എത്ര വലിയ ആളാണെങ്കിലും അയാളെ സംരക്ഷിക്കുന്ന നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തുടർ നടപടികൾ നിരീക്ഷിച്ച് കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ കടുത്ത നടപടികൾ തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് രാധാകൃഷ്ണന്റെ മറുപടി. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. വടക്കഞ്ചേരി പീഡനത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. അന്വേഷണത്തിന് ശേഷമേ ആർക്കെങ്കിലുമെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അന്വേഷണ സംഘത്തിൽ നിലവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ADGP B സന്ധ്യയുടെ മേൽനോട്ടത്തിൽ പാലക്കാട് ASP പൂങ്കുഴലിയാകും കേസ് അന്വേഷിക്കുക. IG Thrissur range is making all arrangements and in fact we have already started the investigation. So that is one. Second part is that relating to allegations against the police, their conduct. So that is again another inquiry has been ordered. So that will be also conducted. വടക്കാഞ്ചേരി പീഡനത്തിൽ കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ബാലൻ. പ്രതികൾ CPM-കാരായാലും സംരക്ഷിക്കില്ല എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുകയായിരുന്നു AK ബാലൻ. പ്രതികൾക്ക് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണ് എന്ന് ആരോപിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും അനിലക്കരയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്.
വടക്കാഞ്ചേരിയിലേതുൾപ്പെടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അടുത്തിടെ രജിസ്റ്റർ ചെയ്ത 5 കേസുകളിലും ജാഗ്രതയോടെയുള്ള അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. വടക്കാഞ്ചേരി കേസ് ഗുരുവായൂർ ACP അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ യുവതി നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാരോപിച്ച അനിലക്കരെ ADGPയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അനിലക്കരയ്ക്ക് പരാതികൾ ACPയോട് നേരിട്ട് പറയാമെന്ന് മന്ത്രി എ കെ ബാലൻ. മന്ത്രിയുടെ പരാമർശം സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് മന്ത്രി പരാമർശം പിൻവലിച്ചു. വടക്കാഞ്ചേരി കേസിൽ പ്രതികൾ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും CPIM-കാരായാലും സംരക്ഷണമുണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഉപ്പ് തിന്നവനെ കൊണ്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് X or Y ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പ്രതികൾക്ക് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സാർ, അതെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവർക്കിപ്പോ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുകയാണ്. സാർ, പേരാമംഗലം CIക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. സക്കീർ ഹുസൈനെ CPIM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK മോഹനന് പകരം ചുമതല നൽകി. കള്ളപ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും അന്വേഷണം പൂർത്തിയാകും വരെ സക്കീർ ഹുസൈനെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുമെന്നും P രാജീവ് പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി K ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. അരുൺ, വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന സക്കീർ ഹുസൈനെതിരായ പരാതി വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് അന്വേഷണം പൂർത്തിയാകുന്നത് വരെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സക്കീർ ഹുസൈനെ മാറ്റി നിർത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK മോഹന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. സമഗ്ര അന്വേഷണം നടത്തുന്നതിനായി പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടതായും ജില്ലാ സെക്രട്ടറി P രാജീവ് പറയുകയുണ്ടായി. കുറ്റം ചെയ്ത ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. പാർട്ടിക്കെതിരായ പ്രചാരവേല ശക്തിപ്പെടുന്നുണ്ടെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും P രാജീവ് പറയുകയുണ്ടായി. ഇതുകൂടാതെ ഒരു സാമ്പത്തിക തർക്കത്തിലും പാർട്ടി ഇടപെടാറില്ലെന്നും P രാജീവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ച പരാതി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്ത ശേഷമാണ് ഇപ്പോൾ സക്കീർ ഹുസൈനെ തൽക്കാലത്തേക്ക് പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അന്വേഷണം പൂർത്തിയാകുന്നവരെ മാറ്റി നിർത്താൻ ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ. K ഉമേഷ് വിവരങ്ങൾ നൽകിയത്. യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ CPIM നേതാവ് സക്കീർ ഹുസൈന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്ത സംസ്ഥാന സർക്കാർ. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ പറഞ്ഞു. സക്കീർ ഹുസൈൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ കോടതിയിൽ ശക്തമായി എതിർത്തു. മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്കായി സക്കീറിനെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. സക്കീറിനെതിരെ 16 കേസുകൾ നിലവിലുണ്ട്. ഇതിലേറെയും രാഷ്ട്രീയ കേസുകളല്ലെന്നുമാണ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. രാഷ്ട്രീയ നേതാവിന് ഗുണ്ടാബന്ധം എന്തിനെന്നും ജാമ്യാപേക്ഷയെ എതിർത്തുള്ള വാദത്തിനിടെ സർക്കാർ അഭിഭാഷകൻ ചോദിച്ചു. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ പറഞ്ഞു. രണ്ടുപേർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് താൻ ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരാതിക്കാരൻ പറഞ്ഞിരുന്നില്ലെന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടി. 2 കോടതികളിലായി 2 കേസുകൾ നടക്കുന്നുണ്ട്. ഈ കേസുകളിലൊന്നും തന്റെ പേരില്ല. ഈ സാഹചര്യത്തിൽ ബോധപൂർവം തന്റെ പേർ വലിച്ചിഴച്ചതാണ്. താൻ കുറ്റവാളിയല്ലെന്നും തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സക്കീർ ഹുസൈൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർണ്ണമായും കേട്ട ശേഷം കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എൻഡോസൾഫാൻ ദുരിതാശ്വാസ സെൽ 1 മാസത്തിനകം പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതരുടെ കടാശ്വാസ കാലാവധി ദീർഘിപ്പിക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒട്ടേറെ ദുരിതാശ്വാസ സമാശ്വാസ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇത്തവണത്തെ ബജറ്റിൽ 10 കോടി രൂപയാണ് ഇതിനു വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ദുരിതബാധിതരുടെ റവന്യൂ റിക്കവറിക്ക് മേലുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കളക്ട്രേറ്റ് വളപ്പിൽ സ്ഫോടനം നടത്തിയ ബേസ് മൂവ്മെന്റ് സൂത്രധാരൻ അബൂബക്കർ സിദ്ദിഖി എന്ന സൂചന. പഴയ അൽ ഉമ പ്രവർത്തകനാണ് അബൂബക്കർ സിദ്ദിഖി.
കൊല്ലം, മലപ്പുറം ഉൾപ്പെടെ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ അല്ലുമ്മയിൽ നിന്ന് രൂപം കൊണ്ട ജെയ്ഷെ മുഹമ്മദ് തലവൻ അബൂബക്കർ സിദ്ദിഖിയും ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറിയ മുഹമ്മദ് അലിയുമായിരിക്കാനുള്ള സാധ്യതയ്ക്കാണ് അന്വേഷണ സംഘം മുൻതൂക്കം നൽകുന്നത്. അബൂബക്കർ സിദ്ദിഖിയുടെ നാഗപട്ടണത്തെ വീട്ടിലെത്തി കേരള പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും തങ്ങൾക്ക് അറിയില്ലെന്നാണ് ബന്ധുക്കൾ നൽകിയ മറുപടി. 1994 തമിഴ്നാട്ടിൽ ഹിന്ദുമുന്നണി നേതാവിന്റെ ഭാര്യയെ പാഴ്സൽ ബോംബ് ഉപയോഗിച്ച് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് ഇരുവരെയും പോലീസ് തെരയുന്നത്. തുടർന്ന് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. IS പരിശീലനം നേടിയിട്ടുള്ള അബൂബക്കർ കേരളത്തിൽ തൃശൂർ, ആലപ്പി എക്സ്പ്രസ് ട്രെയിനുകളിൽ ബോംബ് സ്ഫോടനം നടത്തിയ കേസിലും പ്രതിയാണ്. അന്ന് ചേരൻ, പാണ്ഡ്യൻ എക്സ്പ്രസ് ട്രെയിനുകളിലും ഇവർ നടത്തിയ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇരുവരുടെയും രേഖാചിത്രം പോലും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പല പേരിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം ഹിന്ദു തീവ്രവാദത്തിനെതിരായ നീക്കം തന്നെ. അല്ലുമ്മയുമായി ബന്ധമുണ്ടായിരുന്ന പറവൈ ബാദുഷയെ കൊല്ലം ഏരൂരിൽ നിന്നാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് 2 വർഷം മുമ്പ് പിടികൂടിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി സൂസൻ കോടിയെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് പി സതീദേവിയെയും കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. CS സുജാതയാണ് ട്രഷറർ. 100 അംഗ സംസ്ഥാന കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതല വഹിച്ചു വരികയായിരുന്നു അഡ്വക്കേറ്റ് പി സതീദേവി. സെക്രട്ടറിയായിരുന്ന KK ശൈലജ മന്ത്രിയായതിനെ തുടർന്നാണ് സതീദേവി ചുമതലയേറ്റത്. കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സമ്മേളനം സതീദേവിയെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കോഴിക്കോട്ട് അഭിഭാഷകയായ സതീദേവി മുൻ വടകര MP കൂടിയാണ്. 25 വർഷമായി മഹിളാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സൂസൻ കോടി നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സൂസൻ കോടി. ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട CS സുജാത ദീർഘകാലമായി സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. മാവേലിക്കര മുൻ MP കൂടിയാണ് CS സുജാത. സംസ്ഥാന ഭാരവാഹികൾ 3 പേരും CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. NK രാധ, N സുകന്യ, KP വിജയ, സുബൈദ ഇസ്ഹാഖ്, PS ശൈല, രമാമോഹനൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KP സുമതി, KS സലീക, മീനാംബിക, MV സരള, E പത്മാവതി, സബീദ ബീഗം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സമ്മേളനം തെരഞ്ഞെടുത്തു. 101 അംഗങ്ങളടങ്ങുന്നതാണ് സംസ്ഥാന കമ്മിറ്റി. 14 പേരെ ഒഴിവാക്കിയും 22 പേരെ കൂട്ടിച്ചേർത്തുമാണ് സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിച്ചത്. ദേശീയ സമ്മേളനത്തിലേക്ക് 140 പ്രതിനിധികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. 50% സ്ത്രീ സംവരണം ആവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ നേതൃത്വം നൽകുന്ന പ്രക്ഷോഭം വൻ വിജയമാക്കാൻ സമ്മേളനം തീരുമാനിച്ചതായി സംസ്ഥാന ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംവരണത്തിലൂടെ മാത്രമേ ആ തുല്യത ഉറപ്പുവരുത്താൻ നിയമ നിർമ്മാണ വേദികളിൽ, തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെങ്കിൽ സംവരണം കൂടിയേ തീരൂ എന്നുള്ള ഒരവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. ദേശീയതലത്തിൽ ആരംഭിക്കുന്ന 4 ജാഥകളിലൊന്ന് ഡിസംബർ 1 കോയമ്പത്തൂരിൽ നിന്നും തുടങ്ങും. ഈ ജാഥകൾ ദേശീയ സമ്മേളനം നടക്കുന്ന ഭോപ്പാലിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ സംരക്ഷിത അധ്യാപകരുടെ പുനർവിന്യാസത്തിൽ PSC റാങ്ക് പട്ടികയിലുള്ളവർക്ക് ആശങ്ക വേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. 3674 സംരക്ഷിത അധ്യാപകരിൽ 2974 പേരെ പുനർവിന്യസിച്ചതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോടതി ഉത്തരവുള്ളതിനാൽ നിലവിൽ പുനർവിന്യാസം നിർത്തിവച്ചിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി എയ്ഡഡ് സ്കൂളുകളിൽ സംവരണം ഏർപ്പെടുത്തിയതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സംരക്ഷിത അധ്യാപകരുടെ പുനർവിന്യാസം PSC വഴി നിയമിക്കുന്നവരെ ബാധിക്കില്ല. പുനർവിന്യാസം PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കല്ലെന്നും അതുകൊണ്ട് PSC റാങ്ക് പട്ടികയിലുള്ളവർക്ക് ആശങ്ക വേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിയമസഭയിൽ പറഞ്ഞു. 3674 സംരക്ഷിത അധ്യാപകരിൽ 2974 പേരെ പുനർവിന്യസിച്ചു. 700 പേരെ കൂടി പുനർവിന്യസിക്കണം. എന്നാൽ കോടതി ഉത്തരവുള്ളതിനാൽ നിലവിൽ പുനർവിന്യാസം നിർത്തിവച്ചിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 3674 അധ്യാപകരാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ 2724 പേരെ പുനർവിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ശമ്പളവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. PSCയിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരാൾക്കും ഒരു തടസ്സവും ഈ പുനർവിന്യാസ പ്രക്രിയയിൽ ഉണ്ടാവില്ല. ശമ്പളം ലഭിക്കാതിരുന്ന ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഈ മാസം മുതൽ ശമ്പളം നൽകി തുടങ്ങും. ഇതിനായി 70 കോടി രൂപ ധനകാര്യ സമിതി പാസാക്കിയിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായി എയ്ഡഡ് സ്കൂളുകളിൽ സംവരണം ഏർപ്പെടുത്തിയതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരായ അധ്യാപകർക്ക് 3% സംവരണമാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. കൂടാതെ 1 മുതൽ 7 വരെ ക്ലാസുകളിലുള്ള കുട്ടികളെ ഇംഗ്ലീഷ് പഠിക്കാൻ പ്രാപ്തരാക്കും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഹിന്ദിയിലും ഇതേ രീതിയിൽ പരിശീലനം നൽകും. അതേസമയം പഠനം മാതൃഭാഷയിൽ തന്നെ ആകണമെന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM അബ്രഹാം. കശുവണ്ടി അഴിമതി പുറത്തുകൊണ്ടുവന്നതാണ് കാരണം. കോർപ്പറേഷൻ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരൻ, MD രതീഷ്, ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്നും KM അബ്രഹാം വിജിലൻസിന് മൊഴി നൽകി.
അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് തനിക്കെതിരെയുള്ള പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാം വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴി. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് താൻ നേരത്തെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത്. കോർപ്പറേഷൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ, എം.ഡി. രതീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സിബിഐ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് കെ.എം. എബ്രഹാം ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും കെ.എം. എബ്രഹാം വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ്.പി. രാജേന്ദ്രനാണ് ഇന്നലെ കെ.എം. എബ്രഹാമിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പരാതിക്കാരനായ ജോമോൻ പുത്തുംപുരയ്ക്കലിന്റെ വിശ്വാസ്യതയും താൻ സംശയിക്കുന്നതായി കെ.എം. എബ്രഹാം മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവജാത ശിശുവിന് മുലപ്പാൽ നൽകുന്നത് വിലക്കിയ പിതാവിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കും. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കറിനെതിരെയാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. അന്ധവിശ്വാസത്തിന്റെ പേരിൽ നവജാത ശിശുവിന് 24 മണിക്കൂർ കഴിഞ്ഞ് മുലപ്പാൽ നൽകാവൂ എന്ന് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ വാശി പിടിച്ചതാണ് സംഭവം. നവജാത ശിശുവിന് ആദ്യ മുലപ്പാൽ നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഡോക്ടർമാർ വിശദമാക്കിയിട്ടും അബൂബക്കർ 5 ബാങ്ക് വിളി കഴിയണമെന്ന് വാശി പിടിച്ചതോടെ സംഭവം വിവാദമായി. പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും ഡിസ്ചാർജ് വാങ്ങി അബൂബക്കർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുടേതടക്കം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ പിതാവ് അബൂബക്കറിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്, സമഗ്ര സംഭാവന പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്കും, വിശിഷ്ട പുരസ്കാരത്തിന് ജാവേദ് അക്തറും അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്വരലയയും കൈരളി ടിവിയും സംയുക്തമായി ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസിന്റെ നാമധേയത്തിൽ നൽകിവരുന്ന പുരസ്കാരം 17ാം വർഷത്തിലേക്ക് കടന്നു. മുൻ സാംസ്കാരിക മന്ത്രി എം.എ. ബേബിയാണ് തിരുവനന്തപുരത്ത് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാസാഗറിനാണ് ഈ വർഷത്തെ സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം. ഇതോടൊപ്പം 2 പുരസ്കാരങ്ങൾ കൂടിയുണ്ട്. സമഗ്ര സംഭാവന പുരസ്കാരമാണ്, ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ജാവേദ് അക്തർക്കാണ് വിശിഷ്ട സംഭാവനയ്ക്കുള്ള പുരസ്കാരം. 1/4 നൂറ്റാണ്ടിലേറെയായി സിനിമാ സംഗീതത്തിലെ സജീവ സാന്നിധ്യമായ വിദ്യാസാഗർ മലയാളിയുടെ മെലഡി സുഗന്ധം ചാലിച്ചു ചേർത്ത ഈണങ്ങളുടെ ശില്പിയാണെന്ന് ജൂറി വിലയിരുത്തി. മലയാള സിനിമയിൽ സുവർണ ജൂബിലി പിന്നിടുന്ന ഭാവഗാനങ്ങളുടെ രാജശില്പിയാണ് ശ്രീകുമാരൻ തമ്പി. ആ പ്രതിഭ ഇന്നും ഒളിമങ്ങാതെ പ്രകാശിക്കുന്നതായി ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. കവി, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭ കൂടിയാണ് ശ്രീകുമാരൻ തമ്പി. ബോളിവുഡ് സംഗീതത്തിന് അതിന്റേതായ ഭംഗി നൽകിയ ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ് ജാവേദ് അക്തറിന് വിശിഷ്ട പുരസ്കാരം നൽകുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന ഗന്ധർവസന്ധ്യയിൽ ഡോക്ടർ കെ.ജെ. യേശുദാസ് ആയിരിക്കും അവാർഡുകൾ സമ്മാനിക്കുക. എം.എ. ബേബി അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. വാർത്താസമ്മേളനത്തിൽ കൈരളി ടിവി സീനിയർ ഡയറക്ടർ വെങ്കിട്ടരാമൻ, സ്വരലയ ജനറൽ സെക്രട്ടറി ഇ.എം. നജീബ്, കൈരളി ടിവി പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, കവി പ്രഭാവർമ്മ, ജി രാജ്മോഹൻ, ആർ.എസ്. ബാബു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മമ്മൂട്ടിയുടെ സഹായത്താൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിന് സാന്ത്വനമേകി മഹാനടന്റെ ഫോൺ വിളിയെത്തി. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയറിന്റെ സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വൈക്കം സ്വദേശി അഖിലിനെയാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ച് ധൈര്യം പകർന്നത്. നിർധനരായ സോമൻ സി.ജി. ദമ്പതികളുടെ ഏകമകൻ അഖിലിന്റെ ഇരുവൃക്കകളും തകരാറിലാവുകയും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചറിഞ്ഞ മമ്മൂട്ടി യുവാവിന് തുണയാവുകയായിരുന്നു. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയറിന്റെ സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് അഖിലിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപ് ആശുപത്രി വിട്ട അഖിൽ തുടർ പരിശോധനകൾക്കായി കൊല്ലത്തെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം സ്വാമി പ്രകാശാനന്ദ, കെയർ ആൻഡ് ഷെയർ എം.ഡി. ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസ് എന്നിവർ അഖിലിനെ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് സാന്ത്വന വാക്കുകളുമായി അപ്രതീക്ഷിതമായി മമ്മൂട്ടിയുടെ ഫോൺ വിളിയെത്തുന്നത്. കൊച്ചിയിൽ നിന്നും മമ്മൂട്ടി കൊടുത്തയച്ച പഴക്കൂടയും അഖിലിന് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.